friends, welcome to I Choose New World. അസ്സലാമലൈക്കും. ഇന്ന് നമുക്ക് വാഴയിലയിൽ മീൻ പൊള്ളിച്ചെടുക്കാം. മീൻ പൊള്ളിച്ചെടുക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ള മീൻ അയലയാണ്. ഇത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മാത്രമല്ല ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കിട്ടുക. ഈ വാഴയിലയുടെ മസാലയുടെ ഒക്കെ ടേസ്റ്റ് വന്നിട്ട് നമുക്ക് ഒരു അടിപൊളി ടേസ്റ്റ് ആയിട്ടാണ് ഇത് കിട്ടുക. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ ക്ലിക്ക് ചെയ്യണം. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ മീൻ പൊള്ളിച്ചെടുക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മൂന്ന് അയില ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ ഞാൻ വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതുപോലെ വരഞ്ഞു കൊടുത്താൽ മസാല അതിലേക്ക് നന്നായിട്ട് പിടിക്കുള്ളൂ. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അതിനുശേഷമാണ് നമ്മൾ മസാല വെച്ചിട്ട് പൊള്ളിച്ചെടുക്കാൻ പോണത്. അപ്പോൾ നമുക്കിത് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാം. മാരിനേറ്റ് ചെയ്യാനായിട്ട് ഞാനൊരു ബൗളിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ ചെറുനാരങ്ങയുടെ നീരും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് മീനിലേക്ക് പുരട്ടിയിട്ട് നമുക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മീനിലേക്ക് നന്നായി പുരട്ടി കൊടുക്കാം. ഈ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് വേറെ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ മസാലകളൊക്കെ ചേർത്ത് കൊടുക്കണതല്ലേ. അപ്പോൾ ഈ സമയത്ത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചെറുനാരങ്ങയുടെ നീരും ഉപ്പും മാത്രം ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ മീൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടാവുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മീൻ ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരു സൈഡ് വെന്ത് വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ആയി കിട്ടിയാൽ മതി. ഇപ്പോൾ മീൻ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് എടുത്തു മാറ്റാം. ഇനി നമ്മൾ ഈ മീൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഫ്രൈ പാനിൽ തന്നെയാണ് നമ്മൾ മസാല തയ്യാറാക്കുന്നത്. അപ്പം അതിലേക്ക് നമുക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു 10 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിൽ ചെറിയുള്ളിയും ചേർത്ത് കൊടുക്കും, സവാളയും ചേർത്ത് കൊടുക്കും. അപ്പോൾ നമ്മൾ ആദ്യം ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറിയാൽ നമുക്ക് ഈ ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി ഒന്ന് വഴന്ന് സോഫ്റ്റായി വരുമ്പോൾ നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചെറിയുള്ളി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസ് വലുപ്പമുള്ള 4 സവാള നീളത്തിൽ അരിഞ്ഞതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് നന്നായി വഴറ്റിയെടുക്കാം. ഇതും ഒരുപാട് വഴറ്റേണ്ടി ഒന്നും ആവശ്യമില്ല. ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നാൽ മതി.
പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാള വഴന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ലോ ആക്കിയിട്ട് പൊടികൾ ചേർത്ത് കൊടുത്താൽ മതി. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ പൊടികളുടെയും പച്ചമണം മാറുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ പൊടികളുടെ പച്ചമണം ഒന്ന് മാറിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. 3 തക്കാളി നീളത്തിൽ അരിഞ്ഞതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായി വഴറ്റി കൊടുക്കാം. ഇനി ഈ തക്കാളി നന്നായി വെന്ത് കിട്ടണം. അപ്പം നമുക്കിത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. തക്കാളി വെന്ത് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി വഴറ്റി കൊടുക്കാം. തക്കാളിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. നമ്മുടെ മീൻ പൊള്ളിക്കാനുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് വാഴയില റെഡിയാക്കാം. അപ്പോൾ ഞാൻ വാഴയില വാട്ടി വെച്ചിട്ടുള്ളതാണിത്. 3 വാഴയുടെ ഇല ഞാൻ വാട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് മസാല ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീൻ വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി മസാല ഇട്ട് കൊടുക്കാം. ഈ ഫ്രൈ ചെയ്തിട്ടുള്ള മീന് ഫുള്ളായിട്ട് മസാല കൊണ്ട് കവർ ചെയ്യണം. ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിത് മടക്കി വെക്കാം. ഇതുപോലെ മടക്കി വെക്കാം. വാഴയില വാട്ടിയാലാണ് നമുക്ക് ഇതുപോലെ മടക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ വാഴയില കീറിപ്പോവും. അപ്പോൾ വാട്ടിയെടുക്കണം. ഇനി ഇത് കെട്ടാനായിട്ട് ഞാൻ വാഴയുടെ നാര് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് നൂല് വേണമെങ്കിലും എടുക്കാം. ഇതുപോലെ ബാക്കിയുള്ള മീൻ നമുക്ക് വാഴയുടെ ഇലയിൽ പൊതിഞ്ഞെടുക്കാം. ഇപ്പോൾ 3 മീനും ഞാൻ മസാല വെച്ചിട്ട് വാഴയുടെ ഇലയിൽ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പൊള്ളിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടാവുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വാഴയുടെ ഇല പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് വെച്ചിട്ട് നമുക്ക് പൊള്ളിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി. ഞാൻ 2 എണ്ണം ഇതിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കാം. അതിനുശേഷം നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിൽ വെക്കാം. അപ്പോൾ നമ്മുടെ വാഴയിലയിൽ പൊള്ളിച്ച മീൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം.
ഇനി ഒരു മീനും കൂടി നമുക്ക് പൊള്ളിക്കാനില്ല. ആ മീൻ കൂടി ഇതിലേക്ക് വെച്ചിട്ട് പൊള്ളിച്ചെടുക്കാം. അപ്പോൾ 3 മീനും ഞാൻ വാഴയിലയിൽ പൊള്ളിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇത് തുറക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു മണം വരും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം. ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വരാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Please subscribe, comment, like and share.